ഇതിന്റെ നിയമവശത്തിലേക്ക് എത്തിയാൽ ശ്യാം ദേവരാജ് ഉണ്ട് നമുക്കൊപ്പം, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ്. ശ്യാം ദേവരാജ് അതിന്റെ വിവരങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതൊക്കെയാണ് വകുപ്പുകൾ ചുമത്തിയത് എന്ന് ഇതിനകം തന്നെ നമുക്ക് വ്യക്തമായ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. കുരുക്കായി മാറുമോ? ഗുരുതരമായ വകുപ്പുകളാണോ രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്? പലതിലും തെളിവുകൾ നമ്മൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ബാക്കി തെളിവുകൾ കൂടി യുവതി കൊടുക്കുന്നതോടെ കൂടുതൽ പ്രതിരോധത്തിലാകുമോ രാഹുൽ? എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മൊഴികളിലെ ഈ വകുപ്പുകളിൽ നിന്ന് മനസ്സിലാകുന്നത്? ശ്യാം ദേവരാജ്. ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. ഇതിൽ ആകെ 9 വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം 3 ബലാത്സംഗ കുറ്റങ്ങൾ രാഹുലിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നതും നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് BNS-ലെ ഭാരതീയ ന്യായ സംഹിതയിലെ 64(2)F, 64(2)H, 64(2)M എന്നീ 3 വകുപ്പുകളാണ്. ഇത് 64(2)F എന്നത് അധികാരത്തിലിരുന്നുള്ള ബലാത്സംഗം എന്നതാണ് കുറ്റം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപ്രവർത്തകനാണ്, MLA ആണ്. സ്വാഭാവികമായ ഒരു അധികാരമുണ്ട്, പൊതുപ്രവർത്തകൻ എന്ന പരിധിയിൽ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കുറ്റം പോലീസ് ചുമത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത് BNS-ലെ 64(2)H എന്ന വകുപ്പാണ്. ഇത് ഗർഭിണിയാകുമെന്ന അറിവോടെയുള്ള ബലാത്സംഗമാണ്. അത് ഈ പുറത്തു വന്ന ഫോൺ സംഭാഷണങ്ങളിലൂടെ അടക്കം അക്കാര്യം വ്യക്തമാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, മൂന്നാമത്തേത് BNS-ലെ 64(2)M വകുപ്പാണ്. ഇത് ആവർത്തിച്ചുള്ള ബലാത്സംഗമാണ്. ഇത് ഒരു തവണയല്ല സംഭവിച്ചത്, നിരവധിയായ തവണ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 3 ജാമ്യമില്ലാത്ത ബലാത്സംഗ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. ഇത് 3ഉം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ കൂടിയാണ്. മറ്റൊന്ന് BNS-ലെ 89-ാം വകുപ്പാണ്. ഈ ബലാത്സംഗ കുറ്റം എന്നത് സുപ്രീം കോടതി തന്നെ പല ഘട്ടങ്ങളിൽ നിരീക്ഷിച്ചിട്ടുള്ളത്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് മേൽ ആണ് ഈ വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇത്തരമൊരു ബലാത്സംഗം നടത്തുന്നത് എന്ന്, അല്ലെങ്കിൽ അങ്ങനെയാണ് മൊഴിയെങ്കിൽ അത് നിലനിൽക്കില്ല എന്നൊരു കാര്യം സുപ്രീം കോടതി തന്നെ പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഇതിന്റെ സാഹചര്യം എന്താണ് എന്നത് മൊഴിയടക്കം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരുമ്പോൾ മാത്രമേ പോലീസ് എന്തുകൊണ്ട് ഈ 3 വകുപ്പുകൾ ചുമത്തി എന്നതിൽ നമുക്കും ഒരു വ്യക്തത വരികയുള്ളൂ. നാലാമത്തെ കുറ്റം എന്നത് BNS-ലെ 89-ാം വകുപ്പാണ്. അത് നിർബന്ധിത ഗർഭഛിദ്രമാണ്. അതിനുള്ള ആ വകുപ്പാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇത് ജാമ്യമില്ലാ കുറ്റമാണ്. 10 വർഷം വരെ ശിക്ഷ ലഭിക്കാം. BNS അനുസരിച്ച് അതിന്റെ നിർവചനം, ഈ 89-ാം വകുപ്പിന്റെ നിർവചനം തന്നെ സ്ത്രീക്ക് സ്വന്തം ശരീരത്തിൽ എന്ത് സംഭവിക്കണം എന്നതിനുള്ള അവകാശം സമ്പൂർണമായും സ്ത്രീക്കാണ്. അത് നിയമം പറയുന്നത് അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് നിർബന്ധിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് വിധേയമാക്കുന്നത്